ഇന്ന് ഞാനും ഉപ്പയും ഉമ്മയും കൂടെ പുത്തനത്താണിയിലോട്ട് പോവാണ്. നാളെ രാവിലെ ഞാൻ ദുബായിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആയിട്ട് പോകുന്ന ഒരു വ്ളോഗാണ്. ഓക്കെയാണ്, നല്ല വത്തൊക്കെയാണ്. ആ എങ്ങനെ മനസ്സിലായി? ഇതല്ലേ നല്ല ഈ പച്ച കളർ പുറത്ത് അങ്ങനെ നമ്മൾ പുത്തനത്താണിയിലെത്തി. രാത്രിയിലുള്ള കാർക്കൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇപ്പോൾ നാട്ടിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബത്തക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, തണ്ണിമത്തൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ടെസ്റ്റൊക്കെ നോക്കി ബാക്കി ചെറിയ ടിപ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് മാങ്ങ. നല്ല മാങ്ങ ഉപ്പിലിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ, അതുപോലെ നെല്ലിക്ക, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടോ. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് ബേക്കറി ഐറ്റംസും മേടിച്ചു. അതുപോലെ കുറച്ച് മെഡിസിൻ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബേക്കറി ഐറ്റംസ് കുറേ മേടിക്കുന്നതിൽ കുറച്ച് ട്രയലൊക്കെ നോക്കി മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് മേടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഉമ്മാക്കുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. എന്ത് ഉമ്മ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഐറ്റംസും ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചില്ല, വീട്ടിലോട്ട് തന്നെ പോയി. കാരണം ഉമ്മ ഉച്ചക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ എല്ലാവരും മക്കളെല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല ബിരിയാണിയൊക്കെ വെച്ചു. പക്ഷെ ഞാൻ പനി നല്ല കഫക്കെട്ടും പിടിച്ചതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരമാണ് അവിടെ നിന്ന് ഫ്രീ ആവുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് മദ്രസയിൽ എക്സാമും പൊതുപരീക്ഷയും കാര്യങ്ങളും ആയതുകൊണ്ട് അവർക്ക് ഇപ്പോൾ രാത്രി തന്നെ പോവും വേണം. അപ്പോൾ ഇനി താത്താനെയും മക്കളെയും ആക്കാൻ വേണ്ടിയിട്ടുള്ള പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മളെല്ലാവരും ജസ്റ്റ് നല്ലൊരു വാട്ടർ മെലണും അതുപോലെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് ജസ്റ്റ് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പിന്നെ നമ്മുടെ കുഞ്ഞിക്കുട്ടനുണ്ട്, താത്താടെ മോനാണ്. അവൻ്റെ മദ്രസയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞ് തമാശകളും കാര്യങ്ങളും പറഞ്ഞ് കുറേ സമയം കളഞ്ഞു. പിന്നെ എന്തായാലും നമ്മൾ നേരെ വിട്ടു താത്താൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ താത്താൻ്റെ വീടെത്തിട്ടോ. ഞങ്ങളിപ്പോൾ കുറുമ്പത്തൂരിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റെ മൂത്ത മകളെ ആക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് എൻ്റെ മൂത്ത മകളെ വീട്. ഇനി അവരെ ഇവിടെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ശേഷം തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ പോവുകയാണ്. ഇനി നാളെ രണ്ടാമത്തെ മോള് ഗൾഫിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അവരെ എയർപോർട്ടിലാക്കി കൊടുക്കണം. ആ ഡ്യൂട്ടി ഇപ്പോൾ എൻ്റെതാണ്. അതുകൊണ്ട് ഇന്നും നാളെയൊക്കെ ബിസിയാണ്. ഫുള്ള് ഡ്രൈവർ ഡ്യൂട്ടിയാണ്. ഡ്രൈവർ ബിസിയാണ്. ഡ്രൈവറെ ജോലിയാണ്. 2-3 ദിവസമായിട്ട് നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നാട്ടിൽ വന്ന ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ്. കളറൊക്കെ പോയി, കട്ടക്കറുപ്പായി, കറുപ്പയായി. ചൂടായതുകൊണ്ട് ഇതിൻ്റെ മൂത്ത പേരക്കുട്ടിയാണ്. 2012 ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. നോക്കിയാൽ ഇപ്പം എത്ര വലുപ്പമായി. സംഭവം ഞാൻ നാട്ടിൽ വന്നിട്ട് നല്ലൊരു വീഡിയോ എടുക്കണം, ഉമ്മാൻ്റെയും ഉപ്പാടെയും ഒക്കെ ആയിട്ട് നല്ലൊരു വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പെട്ടെന്ന് സമയം പോയി. എന്തായാലും താത്ത വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കര ചെടിപ്രാന്താണ്. അപ്പോഴേക്കും ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും താത്താടെ മോള് നല്ല ജ്യൂസും തന്നു. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.